everyone, this is Henna. Welcome to Henna's English. Today എന്നാൽ ഇന്ന് എന്നാണ് അർത്ഥം. Yesterday എന്നാൽ ഇന്നലെ. മിനിഞ്ഞാന്ന് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The day before yesterday. എങ്ങനെയാണ്? The day before yesterday. Tomorrow എന്നാൽ നാളെ. അങ്ങനെയെങ്കിൽ മറ്റന്നാളെ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? The day after tomorrow. The day after tomorrow. ഇനി നമുക്ക് ഇവയെല്ലാം കുറച്ച് സെൻറ്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. ടുഡേ ഈസ് ഹെർ ബർത്ത്ഡേ. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ് അർത്ഥം. ഐ വിൽ കോൾ യു ടുഡേ. ഞാൻ ഇന്ന് നിന്നെ വിളിക്കാം. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഐ വിൽ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാം. യെസ്റ്റർഡേ വാസ് സൺഡേ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഐ സോ ഹെർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവളെ കണ്ടിരുന്നു. സോ എന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു എന്നാണ് അർത്ഥം. ഐ ഗോട്ട് ബാക്ക് ഹോം ദി ഡേ ബിഫോർ യെസ്റ്റർഡേ. ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ തിരിച്ചെത്തി. ഐ ഗോട്ട് ബാക്ക് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി എന്നാണ് അർത്ഥം. ഹീ കോൾഡ് മീ ദി ഡേ ബിഫോർ യെസ്റ്റർഡേ. അദ്ദേഹം മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിരുന്നു. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചിരുന്നു എന്നാണ് അർത്ഥം. ഹീ കോൾഡ് മീ. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. സീ യു ടുമാറോ. നാളെ കാണാം. ഐ വിൽ ഫിനിഷ് ഇറ്റ് ടുമാറോ. ഞാൻ ഇത് നാളെ പൂർത്തിയാക്കാം. ഐ വിൽ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പൂർത്തിയാക്കാം എന്നാണ് അർത്ഥം. ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, മുഴുവനാക്കുക എന്നാണ് അർത്ഥം. ഹീ വിൽ ഗോ ടു ഡൽഹി ദി ഡേ ആഫ്റ്റർ ടുമോറോ. അവൻ മറ്റന്നാൾ ഡൽഹിക്ക് പോകും. ഹീ വിൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ പോകും എന്നാണ് അർത്ഥം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ ദി ഡേ ആഫ്റ്റർ ടുമോറോ. ഞാൻ മറ്റന്നാൾ ഒരു പുതിയ കാറ് വാങ്ങാൻ പോവുകയാണ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം. ഐ ആം ഗോയിങ് ടു ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാൻ പോവുകയാണ്.